DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, 2026 ഫെബ്രുവരി മുതൽ UPI ഇടപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും UPI ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന അപ്ഡേറ്റുകളാണിത്. ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം, ഭീം എന്നിവയുൾപ്പെടെ എല്ലാ UPI ആപ്പുകളിലും ഈ മാറ്റങ്ങൾ ബാധകമാകും. പുതിയ നിയമങ്ങളനുസരിച്ച് UPI ഇടപാടുകൾ ഇപ്പോൾ പരമാവധി 10 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. നേരത്തെ ഈ സമയപരിധി 30 സെക്കൻഡ് ആയിരുന്നു. എന്നാൽ ഇത് ഇടപാടുകളുടെ കാലതാമസത്തിന് കാരണമാകുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. UPI ആപ്പും ബാങ്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന API പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ഉയർന്ന ട്രാഫിക്കുള്ള സമയങ്ങളിൽ പോലും പണം കൈമാറ്റം സുഗമമായി നടത്താൻ സാധിക്കും. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ UPI സിസ്റ്റത്തിന് മേലുള്ള ഭാരവും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി 12 വ്യാഴാഴ്ച വിവിധ കേന്ദ്ര തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ഈ പണിമുടക്ക് പൂർണ്ണമായിരിക്കുമെന്നും സംസ്ഥാനം നിശ്ചലമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല. ബാങ്ക്, ഇൻഷുറൻസ് ജീവനക്കാർ, IT, ടെലികോം, മോട്ടോർ വാഹന മേഖല, നിർമ്മാണ മേഖല, ലോട്ടറി, തൊഴിലുറപ്പ് തുടങ്ങി വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ പണിമുടക്കിന്റെ ഭാഗമാകും. വ്യാപാര സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടഞ്ഞു കിടക്കുമെന്നതിനാൽ സാധാരണ ജനജീവിതത്തെ ഇത് കാര്യമായി ബാധിക്കും. കർഷക മോർച്ച, മഹിളാ യുവജന സംഘടനകൾ എന്നിവരും സമരത്തിൽ പങ്കുചേരുന്നതിനാൽ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കും പണിമുടക്കിനും സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 1640 രൂപയാണ് കൂടിയത്. 1,16,480 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 205 രൂപയാണ് വർദ്ധിച്ചത്. 14,560 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ വിതരണം സജീവമാണ്. നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരിക്ക് പുറമെ 1 മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് BPL കാർഡിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 13 അവസാനിക്കുന്നതാണ്. അർഹരായവർ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഫെബ്രുവരി 13 വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 22ാം ഗഡു വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന സൂചനകളാണ് എത്തുന്നത്. അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ നേരിട്ടാണ് എത്തുക. എന്നാൽ ഈ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ EKYC നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം. നേരത്തെ EKYC പൂർത്തിയാക്കിയ ചിലർക്ക് ReKYC ചെയ്യണമെന്ന നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അവർ വീണ്ടും ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. നിലവിൽ കേരളത്തിലെ കർഷകർക്ക് ഫാർമേഴ്സ് ID ലഭ്യമാകുന്നതിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും EKYC പൂർത്തിയാക്കാത്തവർക്ക് തുക ലഭിക്കില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.